ഹറി ബറിയായിട്ട് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് താലികെട്ട് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടിയുടെ തറവാട്ടമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു താലികെട്ട്. അപ്പോൾ അവിടേക്ക് എത്താൻ സാധിക്കില്ല എന്ന് ഞാൻ ഓൾറെഡി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേരെ മാനേജ് ചെയ്യണമല്ലോ, ഹസ്ബൻഡ് ഇല്ല. അപ്പോൾ ഞാൻ തന്നെ ഇവരുടെ ഒരിക്കലും കാര്യങ്ങളും എല്ലാം ചെയ്യണം. അങ്ങനെയുള്ള കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് വൈകിട്ട് ഇവിടെ ഓഡിറ്റോറിയത്തിൽ എത്താമെന്ന് ചോദിച്ചത്. അതാകുമ്പോൾ പെണ്ണും ചെറുക്കനും കൂടിയിട്ട് വീട്ടിലൊക്കെ കയറിയിട്ട് വരുന്ന ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ. പൊപ്പയും ചിന്നയും ഹസ്ബൻഡിൻ്റെ അച്ഛനെ കണ്ടപ്പോൾ താഴെ ഇരുന്നു. അങ്ങനെ ഞാൻ മേലോട്ട് ഓടി വന്നു. ചെറുക്കനെയും പെണ്ണനെയും കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇവരുടെ കത്തി വെച്ച് കൊല്ലാന്ന് വിചാരിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. എനിക്ക് പിന്നെ ആരെ കിട്ടിയാലും ഞാൻ കുറേ സംസാരിക്കും. അങ്ങനെ പൊപ്പനും ചിന്നനെയും കാണാണ്ടായപ്പോൾ താഴോട്ട് പോയപ്പോഴാണ് അവർ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്നു. അങ്ങനെ പിന്നെ ഞാൻ അടുത്ത ട്രിപ്പിൽ അന്ന് ഇരിക്കാന്ന് വെച്ച് വേഗം കയറിയെന്ന് ഭക്ഷണം കഴിക്കുകയാണ്. സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീക്ക്നെസ്സാണ്. അപ്പോൾ ആരും നോക്കിയില്ല, കമ്പനിക്കൊന്നും കൂടെ ഇരിക്കുന്നത് ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ട് തട്ടി വിടാണ് കേട്ടോ. ഞാൻ ഭക്ഷണമൊക്കെ വേഗം കഴിച്ച് തീർക്കൂട്ടോ. മക്കൾ വാശി പിടിക്കുന്നതിന് മുമ്പൊക്കെ അങ്ങനെ യൂസ്ഡായി, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ പായസം വന്ന്, പരിപ്പ് പായസമായിരുന്നു. ഇവിടെ തൃശ്ശൂരൊക്കെ ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചു തരും കേട്ടോ പായസം. പക്ഷേ തിരുവനന്തപുരത്തൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കും ഇതെന്താ ഇലയിൽ ഒഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും പിന്നെ നിൻ്റെ വീടല്ലേ എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് കളിയാക്കാറുണ്ട് കേട്ടോ. അവിടുത്തെ രീതി അങ്ങനെയാണ്. പക്ഷേ ഇവിടെങ്ങളിലൊക്കെ ഇങ്ങനെയാണ്, ഗ്ലാസ്സിൽ ഒഴിച്ചു തരും പായസം. അപ്പോൾ അത്ര ഫാസ്റ്റായിട്ട് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇലയിലൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ വേഗം കഴിച്ച് തീർത്താലല്ലേ പായസം ഒഴിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ശ്വാസം മുട്ടി കഴിക്കേണ്ട ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നാറ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ അവരുടെ കൂടെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പൊപ്പയ്ക്കും ചിറ്റയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഫോട്ടോയ്ക്ക് ഒന്നും സ്റ്റേജിൽ കയറാൻ. അവരൊരു വിധത്തിലൊന്ന് ഇരുന്ന് കിട്ടിയപ്പോഴാണ് ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞ് നിൽക്കുമെന്ന്. അങ്ങനെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞതാ കണ്ടില്ല, അവർക്ക് ചേട്ടന്മാരൊക്കെ കിട്ടിയപ്പോൾ ചിൻ്റെ സെറ്റായി. പക്ഷേ പൊപ്പയാണെങ്കിൽ അവിടെ പുറത്ത് പോയി നിന്ന് കാഴ്ച കാണാം. അപ്പോൾ പൊപ്പനെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് പോയതാണ്. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നി ഇവിടെ നിന്നിട്ട് റീൽ എടുക്കാമെന്ന്. അങ്ങനെ കുറച്ച് റീൽസൊക്കെ എടുത്തെങ്കിലും ഇവിടെ വലിയ വെളിച്ചില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കൈ കിട്ടിയ ആരോടോ ഒക്കെ പറഞ്ഞിരിക്കുക, ആരാണെന്ന് പോലും പരിചയമില്ല കേട്ടോ. ആരെ കൊണ്ടൊക്കെ വീഡിയോ എടുത്തു. കാരണം റിലേറ്റീവ്സൊക്കെ അവിടെ ഭയങ്കര തിരക്കിലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയിട്ട് റിസപ്ഷൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്ന് നിൽക്കുന്നതാണ് കാണുന്നത്. നമ്മൾ പോകുന്നതും വരുന്നതൊന്നും എടുക്കാൻ നിന്നില്ല, കാരണം മൊത്തം തിരക്കായിരുന്നു. ഞങ്ങൾ പോയി ഫ്രഷായി, പിന്നെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് നേരെ ഇങ്ങോട്ട് പോരാണ് ചെയ്തത്. അധികം നേരം ഒന്നും അവിടെ ഇരുന്നില്ല, കാരണം അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു റിസപ്ഷൻ നടക്കുന്ന ഹാളിൽ. കാരണം ഇതിപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ വീടിൻ്റെ അടുത്താണ്, അതായത് പഴഞ്ഞി ഭാഗമാണ്, കുന്നംകുളത്തുനിന്ന് കുറച്ചും കൂടെയാണ്. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ടാണ് വരുന്നത്. അപ്പോൾ പെണ്ണിൻ്റെ വീടെന്ന് പറയുന്നത് വയലത്തൂർ ആ ഏരിയയാണ്. അപ്പം അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് ഈ 3 സ്ഥലങ്ങളും തമ്മിൽ. അപ്പം അത്രയും ഡ്രൈവും ചെയ്യണം. അങ്ങനെ മൊത്തം ഹറി പറയായിരുന്നു. ചിന്തയ്ക്ക് ഉറക്കൊക്കെ വരുന്നെങ്കിലും ഉറങ്ങിയൊന്നുമില്ല. അപ്പോൾ പിന്നെ യൂഷ്വലി ഉച്ചയ്ക്കൊന്നും ഉറങ്ങാറില്ല. അങ്ങനെ വന്ന് കയറിയപ്പോൾ ഐസ്ക്രീം കണ്ട്, പിന്നെ എന്തായാലും കണ്ടുപോയില്ലെന്ന് വെച്ച് ഞാൻ ഒരെണ്ണെടുത്തോളാൻ പറഞ്ഞു. ഒന്നുമല്ലൊന്നും നിർത്തില്ലല്ലോ ഇവർ, പിന്നെയും എടുക്കും പോയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരെണ്ണം കഴിച്ചിട്ട് പിന്നെയും ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. സമ്മതിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പേടി ഞാൻ ഐസ്ക്രീമൊക്കെ എടുത്ത് ആ ഡ്രസ്സും ആക്കുമെന്ന്. ചിന്തയുടെ ആണെങ്കിൽ വൈറ്റ് ഡ്രസ്സുമാണ്. അപ്പോൾ വേഗം പോയിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ കയറി. അങ്ങനെ നമ്മൾ സ്റ്റേജിൽ നിന്ന് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഫോട്ടോ ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇട്ടുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഉണ്ണിക്കുട്ടൻ്റെ അമ്മ കേട്ടോ, ഞങ്ങളുടെ വലിയേച്ചി. അങ്ങനെ വലിയേച്ചിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് സംസാരിക്കാനോ കാര്യങ്ങളോ ഒന്നും സമയം കിട്ടില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഇരുന്ന സമയം കൊണ്ട് ഞാനിങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. ഇടിയപ്പുണ്ട്, പൊറോട്ട, പത്തിരി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ ഗീ റൈസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ബൊഫെ ആയതുകൊണ്ട് പൊപ്പയും ചിന്തയൊക്കെ ഒറ്റയ്ക്ക് തന്നെ പോയി എടുത്തോളൂ കേട്ടോ. അവർക്ക് അതൊക്കെ മാനേജ് ചെയ്യാനൊക്കെ അറിയാം. പോയി എടുത്ത് നമ്മൾ ടേബിളിൽ വന്നിരുന്ന് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അവർ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു. ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിൽ അവർ എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങിക്കണമെന്ന് പോലും ശ്രദ്ധിച്ചില്ല. അവർ ചോദിക്കണതൊക്കെ കാറ്ററിംഗുകാർ ഇട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഞാനിതൊക്കെ കഴിച്ച് തീർക്കേണ്ടി വരുന്നത് എനിക്ക് അറിയാമായിരുന്നു. അവർ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. എന്നാലും പിന്നെ അവർ ആദ്യം ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ല. അങ്ങനെ അപ്പോൾ അവർക്ക് പൊറോട്ട ഇഷ്ടമാണ്, പത്തിരി, ഗീ റൈസ് അതൊക്കെ ഇഷ്ടമാണ്. നൂലപ്പം എന്നാണ് ഞങ്ങൾ ഇടിയപ്പത്തിന് പറയുക. അപ്പോൾ നൂലപ്പം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചോന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ കൊള്ളി, മീൻ കറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ സാലഡ്സ് പപ്പയ്ക്കും ഇഷ്ടപ്പെട്ടു. അതിൽ പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാലഡായിരുന്നു. അപ്പോൾ സാലഡൊക്കെ പപ്പ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം ഈ ഐസ്ക്രീം പണി തന്നു, അതുകൊണ്ട് അധികം കഴിക്കാൻ പറ്റിയില്ല അവർക്ക്. എന്നിട്ട് രണ്ടാമത്തെ ട്രിപ്പ് ഐസ്ക്രീമും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇത് ഒരു ചേട്ടൻ്റെ മോളാണ്, അവരവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
ഹസ്ബൻഡ് സേലത്തെ ഫിലിമിൻ്റെ ഷൂട്ടിലായതുകൊണ്ടാണ് കല്യാണത്തിന് കൂടാൻ പറ്റാത്തത്. അപ്പോൾ ആൾക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കും എന്തായി പോയോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഫോട്ടോസ് ഇട്ട് കൊടുക്കും. പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടും വിളിക്കാറില്ല കേട്ടോ. മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് വരുന്നതല്ലേ. അപ്പം എന്തായാലും ആൾ കൂടെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തത്. എന്നാൽ അധികം ബോറടിപ്പിക്കാനും പാടില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾക്ക് കാണാം മിസ് ചെയ്തതൊക്കെ. ഇത് ഒരേട്ടൻ്റെ മക്കളും അതുപോലെ തന്നെ വൈഫും ഒക്കെയാണ് കേട്ടോ. പിന്നെ അടുത്ത് നിൽക്കുന്നത് ആൻറ്റിയാണ്. അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഫാമിലി മാരേജിന് കൂടുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇതാ മക്കളുടെ ഡാൻസ് കേട്ടോ. അപ്പോൾ സ്റ്റേജിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊപ്പ ഭയങ്കര കളിയാണ്. ചിൻ്റെ അവിടെ ഇങ്ങനെ പിണങ്ങിയും ഒക്കെ ആയിട്ട് ചേട്ടന്മാരുടെ കൂടെയൊക്കെ കളിച്ചും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വിളിച്ചിട്ടും വല്ലാതെ വരാൻ ഇൻട്രസ്റ്റ് കാട്ടിയില്ല കേട്ടോ. അപ്പം മുന്തിരിയുണ്ട്, ഏട്ടൻ്റെ മോനാണ്. അപ്പം ചേട്ടനാണെങ്കിൽ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ. കാരണം വീഴുമെന്നൊക്കെ ആൾക്കാണെങ്കിൽ നല്ല കുറുമ്പാണ്. അപ്പോൾ ഇതോ ഒരുത്തേക്ക് ഓടുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു അങ്ങനെ. അപ്പോൾ പൊപ്പ പിന്നെ അവിടെ കൂളായിട്ട് നിന്ന് പൊപ്പനെ നോക്കാനൊന്നും ഞാൻ പിറകിലൊന്നും നടക്കേണ്ട ആവശ്യമില്ല. കാരണം ആൾ ശ്രദ്ധിച്ച് കളിച്ചോളും, കുഴപ്പമില്ല. അപ്പോൾ ചിന്ന അവിടെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ ആ ഒരു താങ്ക്സ് കാർഡൊക്കെ പിടിച്ചിട്ടാണ് നടപ്പ്. അത് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പിടിച്ചിട്ടുള്ളത് കേട്ടോ. എന്തിനാണെന്ന് എനിക്ക് അവിടെ വെച്ച് മനസ്സിലായില്ല. പിറ്റേ ദിവസം വന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ നടപ്പളാണ് എനിക്ക് കാര്യം പിടിയിട്ടത്. കുറേ എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ആൾ. അപ്പോൾ പൊപ്പ വന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ആളിനെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ആൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ആ ഫ്ലവറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി ഫോട്ടോ എടുക്കാൻ വിളിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് പപ്പ വിളിക്കുന്നത് കണ്ടില്ല. അപ്പോൾ ആൾ ഇതാ ഇങ്ങനെ ദേഷ്യം പിടിച്ചു. ആൾക്ക് പിണക്കത്തിൻ്റെ ആളാണ്. എന്തെങ്കിലും തൊട്ടാലെ പിടിച്ചാലോ ഒക്കെ ദേഷ്യം വരും അങ്ങനെ. അപ്പോൾ ഞങ്ങളിതേ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് നിന്നു. അപ്പോൾ അതിനൊക്കെ പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അതിനിടയ്ക്ക് മുന്തിരിനോടൊന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ മുന്തിരി അതിലേ പാസ് ചെയ്ത് പോയെങ്കിലും കളിക്കാൻ ആൾ കളിയുടെ തിരക്കിലാണ്. ഒരു ഫോട്ടോ ഇല്ല വീഡിയോ ഇല്ല എന്നുള്ള ഭാവത്തിൽ ആൾ ഓടി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരും ഏകദേശം ക്ഷീണിച്ച മട്ടിലിരിപ്പാണ്. ഇത് രണ്ട് ഏട്ടന്മാരുടെ ഭാര്യമാരാണ്. പിന്നെ അവരുടെ മക്കളുമാണ് കൂടെ ഇരിക്കുന്നത്. ഇത് ഹസ്ബൻഡിൻ്റെ കസിനാണ് ബിസ്മിയേച്ചി. എനിക്ക് മിക്കവാറും ഇതുപോലെ മാരേജസിനൊക്കെ കമ്പനി കിട്ട ബിസ്മിയേച്ചിയും ചേച്ചിയുടെ ചേച്ചിയാണ് ജാസ്മിൻ ചേച്ചി. ഇപ്പോൾ ഇല്ല, മാരേജിന് വന്നിട്ടില്ല. അപ്പം അങ്ങനെ നമ്മളവിടെ കത്തിവെച്ചിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ചെറുക്കനും പെണ്ണും ഇറങ്ങുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വന്ന ഗസ്റ്റുകളൊക്കെ ഒരു വിധമൊക്കെ പോയി തുടങ്ങി. അപ്പം പിന്നെ ഇവിടെ ഇപ്പോൾ ഇനി വീട്ടുകാരും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. കാരണം അവർ പോകുന്നത് കണ്ടിട്ടല്ല ഇനി ഇറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ ചെറുക്കനും പെണ്ണാണെങ്കിലും അത്യാവശ്യം ടയർഡായിട്ടുണ്ട്. കുറേ നേരമായാലോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഇതൊരു ചേട്ടൻ്റെ വൈഫാണ്. അപ്പം ചേച്ചീനെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഫോട്ടോസിനും വീഡിയോസിനും. അപ്പോൾ പിടിച്ചിരുത്തിയതാണ്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ചിന്തയും പൊപ്പയാണെങ്കിലും ഓടാനുള്ള തിരക്കിലാണ് കേട്ടോ. പൊപ്പ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓടി വന്നു, എന്തോ വലിയ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതുപോലെ ഓടി വന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിന്നു. പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛനും വെള്ളിയേച്ചിയും പിന്നെ സിസ്റ്റർ അഞ്ചുട്ടൻ എന്ന് വിളിക്കുന്ന അഞ്ചും എല്ലാവരും കൂടിയിട്ട് അവരുടെ യാത്ര അയക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ്റെ ശരിക്കും പേര് അജിത്ത് എന്നാണ് കേട്ടോ. ഞാനിങ്ങനെ ഉണ്ണിക്കുട്ടൻ എന്ന് വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ബ്രൈഡും ഗ്രൂമും ഇറങ്ങുന്നതോട് കൂടിയിട്ട് ഇവിടുത്തെ ഫംഗ്ഷൻ അവസാനിച്ചു. ഇനി ജസ്റ്റ് ചേച്ചിയുടെ വീട്ടിൽ കയറിയിട്ട് പോട്ടോ ഞങ്ങൾ. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. റിലേറ്റീവ്സിനൊക്കെ കണ്ടു. സന്തോഷമായിട്ട് പിരിഞ്ഞു. ഇനി അനിയൻ്റെ കല്യാണം ഉണ്ട്. അതിൻ്റെ വീഡിയോസും പുറകെ വരും. അപ്പോൾ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞു. അടിപൊളിയായി തിരിച്ചു പോകാൻ പോവാണ്. ഇരുട്ടി തുടങ്ങി. നല്ല ഭംഗിയുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ യു.